ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഡെത്ത് പെനാൽറ്റി അക്കോർഡിംഗ് ടു മീ ഇസ് എ റോങ് മെസ്സേജ് ടു ദ പബ്ലിക്. ഈ ഗ്രീഷ്മയുടെ കേസ് സാറാണ് വാദിച്ചിരുന്നതെങ്കിൽ ഗ്രീഷ്മയ്ക്ക് ഈ വധശിക്ഷ കിട്ടില്ലായിരുന്നു എന്നാണ്. ഞാനാണ് വാദിച്ചിരുന്നതെങ്കിൽ ഞാൻ അതിനേക്കാൾ എക്സ്റ്റന്റ് പ്രതിയെ ശിക്ഷിക്കാൻ പോലും സാധിക്കില്ല. തീർച്ചയായിട്ടും വികാരാതീതമായിട്ടുള്ള ജഡ്ജ്മെന്റുകൾ വരാൻ പാടില്ല എന്നുള്ള അഭിഭാഷകനാണ് ഞാൻ. ഹായ് ഫ്രണ്ട്സ്, രുദ്രാർദ്ധ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാരോൺ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മ അറസ്റ്റിലായത് മത്തുവിനെ തുടർന്ന് ഗ്രീഷ്മയ്ക്ക് വിധി വന്നു, കുറ്റക്കാരിയാണ് തെളിഞ്ഞതിനെ തുടർന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേരിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക, പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് സ്കിപ്പ് ചെയ്യാത്ത വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോഴുള്ള കുഞ്ഞു ചാനലുകളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഗ്രീഷ്മയ്ക്ക് കിട്ടിയ ശിക്ഷയൊക്കെ നിങ്ങൾ അറിഞ്ഞാണോ? അതിനെക്കാട്ടി മുന്നേ തന്നെ എല്ലാവരും അപ്ഡേറ്റഡ് ആണല്ലേ. വധശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്, മരണം വരെ ഉള്ള ശിക്ഷ. അതാണ് തൂക്കുകയർ എന്ന് പറയും നമ്മൾ. തൂക്കിലേറ്റാനുള്ള വിധിയാണ് വന്നിരിക്കുന്നത് അല്ലേ നമ്മുടെ ഗ്രീഷ്മയ്ക്ക്. ഈ വിധി അനിവാര്യമാണോ? ഗ്രീഷ്മ ഈ വിധി അർഹിക്കുന്നുണ്ടോ? ഈ ശിക്ഷാവിധി വരുന്നതിന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഏറ്റവും കടുത്ത ശിക്ഷയായ, മീൻസ് ഇതിനപ്പുറം ഒരു ശിക്ഷയില്ലല്ലോ, മരണമാണല്ലോ ഏറ്റവും വലിയ ശിക്ഷയായിട്ട് ഇതിനായതിൽ കൊടുക്കാൻ സാധിക്കുന്നത്. ആ ശിക്ഷ തന്നെ അവൾ നേടണമെന്നും അവൾക്ക് ലഭിക്കണമെന്നും ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷാരോണിൻ്റെ അമ്മ കരഞ്ഞപേക്ഷിച്ചിരുന്നു ഈ ഒരു വിധി തന്നെ അവൾക്ക് വരണമെന്നുള്ളത്. ഈ വിധിയെ തുടർന്ന് ഷാരോണിൻ്റെ അമ്മ പത്രക്കാരോട് കരഞ്ഞ് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒരായിരം നന്ദി, ഒരായിരം നന്ദി. മാതൃകാപരമായ ഒരു ശിക്ഷാവിധിനെ ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി നടത്തിയിട്ടാണ് എന്റെ പൊന്നുമോന്റെ നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ നിലവിളിയാണ് ദൈവം നീതിമാനായ ജഡ്ജിൽ ഇറങ്ങി വന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾ പ്രതീക്ഷിച്ച ഏറ്റവും വലിയ ശിക്ഷാവിധിയെ കിട്ടി. ഞങ്ങൾ തൃപ്തിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, കണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇപ്പോഴത്തെ വിവാദമായ പരാമർശം ഇതൊന്നും അല്ല. ഗ്രീഷ്മയ്ക്ക് കടുത്ത ശിക്ഷ ലഭിച്ചു. ഓക്കെ, ഗ്രീഷ്മയ്ക്കെതിരെ ഒരു കൂട്ടം ജനങ്ങൾ ഗ്രീഷ്മയ്ക്ക് ലഭിച്ച ഈ ശിക്ഷ അനിവാര്യമാണോ അല്ലയോ എന്നൊരു ചോദ്യം നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന ജനങ്ങളുടെ എന്താണ് അവരുടെ കമന്റുകൾ, അവർക്ക് എന്താണ് അവരുടെ അഭിപ്രായങ്ങളെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് പോവാതിരിക്കണം. എത്രയോ പ്രതികൾ ഇപ്പൊ ജയിലിൽ അങ്ങനെ ഉണ്ട്, വധശിക്ഷ ഇട്ടുകൊണ്ട്. പെൺകുട്ടിയെ ആരെന്തെങ്കിലും കൊന്നിരുന്നെങ്കിൽ ആൺകുട്ടികൾക്കും ഇതുപോലെ തന്നെ ശിക്ഷ കൊടുക്കണം എന്ന് എല്ലാരും പറഞ്ഞേനെ. അതുപോലെ തന്നെ എല്ലാവരും ഈക്വൽ ആണല്ലോ. ആൺകുട്ടി തന്നെയാണ് ഇവിടെ കൊന്നിരിക്കുന്നത്. എല്ലാ മനുഷ്യജീവനും ഒന്നാണ്. അങ്ങനെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കി പോയില്ല ബെറ്റർ. അല്ലാതെ അതിനു വേണ്ടിയിട്ട് കൊല്ലേണ്ട ആവശ്യം ഉണ്ടാവില്ല. നല്ല രീതിയാണ്, ഈ നിയമങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. പൊതുവെ നമ്മുടെ ഈ ജനങ്ങൾക്ക് ഒരു പേടിയില്ല. എന്ത് ചെയ്താലും കൂടിപ്പോയ ജയിലിൽ പോയി അവിടുത്തെ ബിരിയാണി തിന്നാന്നല്ലാണ്ട് ഒരു തരത്തിലുള്ള മാറ്റം നമ്മുടെ ഇവിടെ കാണാറില്ല. അതുകൊണ്ട് ആൾക്കാർ വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒരു വിധി വരുമ്പോൾ ആൾക്കാർക്ക് പേടി ഉണ്ടാവും. ഒരു 38 വയസ്സ് വരെ അല്ലേ എനിക്ക് വിധി ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ സന്തോഷത്തോടെ ജീവിക്കണം. അതായത് ഇവിടുത്തെ നിയമവ്യവസ്ഥയോട് ഒരു പേടിയില്ല. സ്ത്രീകൾ എന്ത് ചെയ്താലും ഇവിടെ ഒരു ലൂപ്പ് അവർക്ക് ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരം അതുണ്ട്. ഇതിലും വലിയ ശിക്ഷ ഉണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇത് കുറഞ്ഞു പോയെന്നാണ് എന്റെ. ഇതിലും വലുത് വേറെ ഇല്ലല്ലോ. കൊടുക്കും, കിട്ടിക്കഴിഞ്ഞാൽ നല്ല വെച്ച് കൊടുക്കും. എനിക്ക് പറയാനൊന്നുമില്ല, എനിക്ക് അവളെ ചെയ്യാനേ ഉള്ളൂ. കാരണം അവള് അത്രയും വലിയ തെറ്റല്ലേ ചെയ്തത്. നേരിട്ട് എന്താ ചെയ്യാന്നറിയാൻ കൊന്നുകളയും ചിലപ്പോ. ഇതില് സന്തോഷം, പക്ഷെ എല്ലാം അൾട്ടിമേറ്റ് നല്ലല്ലോ. ഇതിനുണ്ടല്ലോ ഹൈക്കോടതി, സുപ്രീം കോടതി. നിങ്ങൾ കണ്ടല്ലോ, എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു വാർത്തയാണ്, അവൾക്ക് ഈ ശിക്ഷ അനിവാര്യമാണ്. ഇതിനപ്പുറം ഒരു ശിക്ഷ ഉണ്ടെങ്കിൽ, ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നോ, അവളെ കിട്ടിയാൽ അവളെ അടിച്ച് പൊട്ടിക്കുമെന്ന്, അവളെ കൊല്ലുമെന്ന് വരെ കുട്ടികൾ പറയുന്നുണ്ട്. അത്രമാത്രം ആളുകളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു ഷാരോൺ കൊലക്കേസ്. ഇപ്പൊ ഗ്രീഷ്മയ്ക്ക് അനുകൂലമായി നമ്മുടെ ഒരു പ്രമുഖ വ്യക്തി കമാൽ പാഷ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജിയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലൊരു വ്യക്തി എന്തിനാണ് ഗ്രീഷ്മയ്ക്ക് അനുകൂലമായി വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്താണ് ഗ്രീഷ്മ ചെയ്ത തെറ്റ്, ഗ്രീഷ്മയ്ക്ക് എന്തിനാണ് ഈ ശിക്ഷ കൊടുക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്.
ഇതിലൊരു വാർത്ത മാധ്യമത്തിൽ ഞാൻ കണ്ടിരുന്നു, ഒരു യൂട്യൂബിലെ ഒരു ചാനലിൽ കണ്ടിരുന്നു. ഗ്രീഷ്മയ്ക്ക് കേസ് വന്നപ്പോൾ, കേസ് വിധി വന്നു, ശിക്ഷ തൂക്ക് കയർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നൊരു വന്നപ്പോൾ ഗ്രീഷ്മയുടെ മുഖത്തേക്കാണ് ആദ്യം ആ വ്യക്തി നോക്കിയതെന്നും അപ്പോൾ അവൾക്കൊരു കൂസലുമില്ല, ഇതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടുമെന്നുള്ള രീതിയിലാണ് അവൾ നിൽക്കുന്നതെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യത അല്ലേ. നമ്മുടെ ബഷീർ സാർ ഈ വിധി പുറപ്പെടുവിച്ച് അദ്ദേഹത്തിന് പാലഭിഷേകം ചെയ്യണമെന്നും അദ്ദേഹത്തിന് പുഷ്പാഭിഷേകം ചെയ്യണമെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഇങ്ങനൊരു വിധി പുറപ്പെടുവിച്ചതിന്. ഇതിനെന്ത് ചെയ്യാം? ഇനി ഇവർക്ക് ഹൈക്കോടതിയിൽ സമീപിക്കാം, അല്ലെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയിൽ സമീപിക്കാം. അവിടെയും വിധി അവർക്ക് അനുകൂലമല്ലെങ്കിൽ അവർക്ക് പ്രസിഡന്റിന്റെ ദയാഹർജിക്ക് അപേക്ഷിക്കാം അല്ലേ. ഇതിലൂടെയൊക്കെ അവൾ രക്ഷപ്പെടുമെന്നൊരു ചിന്ത അവൾക്കും ഫാമിലിക്കും ഉള്ളത് കൊണ്ടല്ലേ അവരത് ഞെട്ടിക്കാത്തത്. ഒരു മാസം തന്നെയല്ല, ഒരു 28 ദിവസം, 7 ദിവസം ജയിലിൽ കിടക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ നമുക്കൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? പക്ഷെ അവൾക്കോ അവളുടെ വീട്ടുകാർക്കോ യാതൊരുവിധ ഇതുമില്ല. ഇതിൽ നിന്നൊക്കെ ഞാൻ പുഷ്പം പോലെ രക്ഷപ്പെടും എന്നുള്ളതാണ് അവളുടെ ആ ഓരോ ആറ്റിറ്റ്യൂഡും നമ്മളെ മനസ്സിലാക്കുന്നത്. പിന്നെ ചോദ്യം, എന്താണ് കമാൽ പാഷ ഇവൾ കണ്ട മേന്മ? ഇപ്പൊ പുതിയൊരു കഥ വന്നിട്ടുണ്ട്, നിങ്ങൾ ആ കഥയൊന്ന് കാണണം. അദ്ദേഹം എന്താണ് അവളെ കുറിച്ച് പറയുന്നതെന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഇത് ഈ ലൈസോൾ എടുത്ത് കുടിച്ചിട്ട് ആശുപത്രിയിലായി. അത് ആത്മഹത്യക്ക് ശ്രമിച്ചാണ്. ലൈസോൾ കുടിച്ച് ആശുപത്രിയിലായി. അപ്പൊ തന്നെ നമ്മളൊന്ന് നോക്കിക്കോളൂ. എന്നിട്ട് അന്നേരം മജിസ്ട്രേറ്റ് അവിടെ ചെന്നിട്ട് ഇതിന്റെ ഒരു മൊഴി റെക്കോർഡ് ചെയ്യാൻ പോയി. കാരണം ഇത് മരിച്ചു പോകുന്നുള്ളത് ചിലപ്പം വിചാരിച്ച് പോലീസുകാര് മെഡിക്കൽ കോളേജിൽ വെച്ച് ഇതിന്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. ആ മൊഴി രേഖപ്പെടുത്തിയതിനകത്ത് ഇത് പറഞ്ഞു, എനിക്കിത് നിവർത്തിയില്ല, ഇവന്റെ ഇന്ന് പോകാൻ ഒരു മാർഗമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. എനിക്ക് വേണ്ടി കലക്കി വെച്ചതാണ് ഈ സാധനം, വിഷം. അപ്പൊ ഇവൻ ചോദിച്ചു, അന്നേരം ഇനി അവൻ ഇതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, ഏതാ പറഞ്ഞു, ഇനി എന്നെ അവൻ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് കുടിച്ച് ആത്മഹത്യ ചെയ്യും. അതിനുവേണ്ടി അവൻ കലക്കി വെച്ചു. ഗ്രീഷ്മയല്ല, ഷാരോണാണ്. ഷാരോണിനെ ഒഴിവാക്കാൻ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു പോലും. അതുകൊണ്ടാണ് അവളത് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങളോട് കണ്ടിട്ട് വരാം. ഞാനത് ആ സെന്റൻസ് ഈ ഒരു എക്സസ് പണിഷ്മെന്റ് സെന്റൻസ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഈ കേസസ് ഇൻ വിച്ച് ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് എന്നാണ്. അതായത് ഒരു സംശയത്തിനും ലെവലേശമില്ലാതെ തന്നെ ഈ ലെസർ ആൾട്ടർനേറ്റീവ്, അതായത് ജീവപര്യന്തം ശിക്ഷ എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതായത് ഒട്ടും മതിയാകുന്നതല്ല എന്നുള്ള കേസുകളിൽ മാത്രമേ റയറസ്റ്റ് എമംഗ് റയറായിട്ട് അത് മാറുള്ളൂ. ആ കേസുകളിൽ മാത്രമേ ഡെത്ത് പെനാൽറ്റി കൊടുക്കൂ. ഷാരോൺ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു പുച്ഛമാണ് കാണുന്നത്. എന്തിനാണ് ഷാരോണിനോട് അദ്ദേഹത്തിന് ദേഷ്യം? എന്ത് തെറ്റാണ് ഷാരോൺ ചെയ്തത്? ഇദ്ദേഹം പറയുന്നത് കണ്ടോ, ഒരു അബദ്ധം പറ്റിയതാണെന്ന്. ഇതാണോ അബദ്ധം? പ്രീ പ്ലാൻഡ് ആയിട്ട് അവൾ ചെയ്തതല്ലേ ഇത്? ഇവൾ ആദ്യം ഷാരോണിന് ജ്യൂസിൽ പാരസെറ്റാമോൾ കലക്കി കൊടുത്ത് കൊല്ലാൻ നോക്കി. ടേസ്റ്റ് വ്യത്യാസം മൂലം അദ്ദേഹം അത് ഷാരോൺ അവിടെ ഉപേക്ഷിച്ചതുകൊണ്ട് ആ പ്ലാൻ കഴിഞ്ഞു. ആ പ്ലാൻ നമ്മൾ അറിഞ്ഞത് തന്നെ ആ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ്. അവൾ ജ്യൂസ് ചലഞ്ചും കഷായ ചലഞ്ചും ഒക്കെ ആയിട്ട് ഓരോന്നും വന്നിരുന്നു. ഷാരോൺ അവളെ കുറിച്ച് ഒരു അപവാദം പോലും പറയാത്തത് കൊണ്ടല്ലേ മറ്റ് ഏതെല്ലാം രീതിയിലാണ് അവൾ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അറിയാതെ പോയത്. അവൾ പല പല സ്റ്റെപ്പുകൾ ചെയ്ത് കാണും അല്ലേ. അവൾക്ക് പുതിയൊരു മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ ചെയ്തത്. ഒരു പയ്യൻ പറയുന്നുണ്ട്, അവൾക്ക് വേണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോകാമായിരുന്നു, എന്തിനു കൊന്നു എന്ന് ചോദിക്കുന്നുണ്ട്. സത്യമല്ലേ ഇത്? അവൾക്ക് പട്ടാളക്കാരനെ കെട്ടണമായിരുന്നു എങ്കിൽ എനിക്ക് നിന്നെ കെട്ടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകണമായിരുന്നു. ഗ്രീഷ്മയെ പോലൊരു വ്യക്തി, അവൾ ബിരുദാനന്തര ബിരുദവും വളരെ ക്വാളിഫൈഡും ഒക്കെ ആയ അവള് എന്തിനെ ഷാരോണിനെ സ്നേഹിച്ചു? അവൾക്ക് അബദ്ധം പറ്റിയതാണ്, അവൾ അവനെ സ്നേഹിച്ചത് അബദ്ധം പറ്റിപ്പോയതാണ്, അവൾക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണെന്നൊക്കെ കമാൽ പാഷ പറയുന്ന കേൾക്കുമ്പോൾ പുച്ഛം തോന്നുന്നു സാർ നിങ്ങളോടൊക്കെ. ഈ ഇത്രയും നല്ല ഒരു മേലുദ്യോഗസ്ഥൻ, ഇത്രയും നല്ലൊരു പദവി വഹിച്ച നിങ്ങളിൽ നിന്നൊന്നും ഇങ്ങനെയല്ല നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ആളൂരാനും പറയുന്നുണ്ടായിരുന്നു, ആളൂരാന്റെ കയ്യിലായിരുന്നെങ്കിൽ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടില്ലായിരുന്നു എന്ന്. ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ ഇത്രയും ക്രൂരത ചെയ്ത് ഇവൾക്ക് ശിക്ഷ കിട്ടാതെ പിന്നെ എന്ത് ലഭിക്കും? ഇതിനൊക്കെ എതിരെ പ്രതികരിക്കുന്ന ജനങ്ങൾ വെറും കഴുതകൾ മാത്രം. ഇതിൽ നിന്ന് ഗ്രീഷ്മ രക്ഷപ്പെട്ടാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം അവിടെ നഷ്ടപ്പെടും. പക്ഷെ ഇവിടെ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഇനി നാളെ ഒരു ഗ്രീഷ്മ ഉണ്ടാകില്ല. കുട്ടികൾ ചോദിക്കുന്ന സത്യമാണ്. ഇത് തിരിച്ചാണ് സംഭവിച്ചെങ്കിൽ, ഒരു പുരുഷനാണ് സ്ത്രീയെ കൊന്നിരുന്നതെങ്കിൽ എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാകുമായിരുന്നു. നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ പരാമർശം നമുക്കൊന്ന് കേട്ടിട്ട് വരാം.
മരിച്ച ഒരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു? ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരു ഒറ്റ ചോദ്യം, ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ? ടിവിയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരൺ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്, ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി, ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു, കോർണർ ചെയ്തു. നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ പാഷ സാറിന്റെ, അന്തസ്സായി കഷായം കൊടുത്തു. രാഹുൽ ഈശ്വർ പറയണല്ല, നിങ്ങളെല്ലാം TV ചാനൽ കേട്ട് കാണും. അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് ഇത് എടുത്തു കൊടുത്തു. ഇത് രാഹുൽ ഈശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ നിൽക്കുന്ന AKMക്കാര് ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ? അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല. എന്ത് ന്യായമാണുള്ളത്? പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോ, അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത്, സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുതെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട്. നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം 11 ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ, ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്ത് മരിച്ചാൽ, മരണപ്പെട്ടൊരു കുട്ടി, അതും സ്വന്തം കയ്യബദ്ധത്താലോ ഒന്നുമല്ല, മറ്റൊരാളുടെ പ്രീ പ്ലാൻഡ് ആയിട്ട് കരുതി കൂട്ടി കൊന്നു ആ കുട്ടിയെ തന്നെ വീണ്ടും വേട്ടയാടുകയാണ്. ചോദിക്കുന്ന ചോദ്യം ശരിയല്ലേ? ഇവിടെ ഷാരോൺ ആണ് പ്രതിയും ഗ്രീഷ്മയാണ് ഇരയും ആണോ? അങ്ങനെയാണോ? അല്ലല്ലോ, ഒരിക്കലും. ഗ്രീഷ്മയാണ് ഇവിടെ പ്രതി, ഷാരോൺ അതിന് ഇരയായിപ്പോയി. ആ അമ്മയുടെ സങ്കടം കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ പറയാൻ? നമ്മുടെ ലോകം ഒന്നടങ്കം, ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഒന്നടങ്കം ഗ്രീഷ്മ കുറ്റവാളിയാണെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള 2-3 പേർ മാത്രം എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്യുന്നു? എന്തർത്ഥത്തിൽ? ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിലോ എന്ന്. അപ്പോൾ ഇപ്പൊ പറയും ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ കിഴിഞ്ഞിട്ട് ചെയ്യും, മറിച്ച് ചെയ്യുന്നു. സ്വന്തം വീട്ടിലാണെങ്കിൽ എന്തായിരിക്കും ശിക്ഷ? ചിലപ്പോൾ അവൾ ജീവിച്ചിരിക്കുക പോലും ഉണ്ടാവില്ല, അല്ലേ? അവര് സാധാരണക്കാരായതുകൊണ്ടാണോ ഇങ്ങനൊരു ചോദ്യം? ആ കുട്ടിയോടുള്ള പരാമർശം, ആ മരണപ്പെട്ട ഷാരോണിനോടുള്ള പുച്ഛം, ആ നമ്മുടെ ഇത്രയും മഹനീയരായ പ്രസ്തുത വ്യക്തി പറയുന്നത് നമുക്ക് ഒന്നുകൂടെ കാണാം. വിട്ടുപോയിട്ട് ഇതിനെ അങ്ങ് കോർണർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല രീതിയിലായി. ഇവന്റെ കയ്യിൽ ഇതിന്റെ പടമൊക്കെ ഇരിപ്പുണ്ട്, മൊത്തവും ഇതിന്റെ ഇതൊക്കെ ബിറ്റൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാണിച്ച ഒരു ഭീഷണിയുടെ സ്വരമായി അവസാനം നിവർത്തിയില്ല. അതിന് വേറെ ഈ പ്രസ്തുത വ്യക്തി പറയുന്നത് എന്താണ്? അവളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവൾ ചെയ്തതാണെന്ന്. സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവിടെ അവളുടെ പിക്ചേഴ്സ് ഷാരോണിന്റെ കയ്യിലുണ്ടായിരുന്നു, ഓഡിയോസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് അവൻ ബ്ലാക്ക്മെയിൽ ചെയ്യും, അവൻ അവളുടെ ജീവിതം നശിപ്പിക്കും എന്നൊക്കെയുള്ള ഭയം കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരു ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുവോ? പിന്നെ ഒരു കഥ പുറത്തു വന്നു, ഇതുവരെ ആരും കേൾക്കാത്തൊരു കഥയാണ് ഇദ്ദേഹം പുറത്തു പറഞ്ഞേക്കുന്നത് കേട്ടോ. അവൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കഷായത്തിൽ വിഷമൊഴിച്ച് കഴിച്ച് വെച്ചിരിക്കുമായിരുന്നു, അതെടുത്ത് കുടിച്ചത് ഷാരോൺ ആണെന്ന്. ഇതുവരെയും പുറത്തു വരാത്തൊരു കഥയാണിത്. എന്നാലും കൊള്ളാം, നല്ല കഥയല്ലേ, സൂപ്പർ കഥ. പക്ഷെ എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ഏതാള് വന്നാലും, ഏത് കോടതിയെ സമീപിച്ചാലും, പ്രസിഡന്റ് നേരിട്ട് ദയാഹർജി ചെന്നാലും ഇവൾ ഒരു ദയയ്ക്കും അർഹയല്ല. ഇവൾക്ക് ആ ശിക്ഷ അനിശ്ചിതമാണ്. അവൾക്ക് ആ ശിക്ഷ ലഭിച്ചിരിക്കണം. ഈ ശിക്ഷ ഇവൾക്ക് ലഭിച്ചാൽ മാത്രമേ നാളെ ഒരാൾ ഭയപ്പെടുകയുള്ളൂ ഇങ്ങനൊരു ക്രൂരകൃത്യം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ വീണ്ടും ഗ്രീഷ്മമാർ ആവർത്തിക്കപ്പെടും. ഇനിയും ഒരു ഗ്രീഷ്മ ആവർത്തിക്കാതിരിക്കട്ടെ. നീതിന്യായത്തിലുണ്ടാകുന്ന വിശ്വാസം ആർക്കും നഷ്ടപ്പെടാതിരിക്കട്ടെ. ബഷീർ സാർ, നിങ്ങളാണ് സത്യം, നിങ്ങളാണ് ചെയ്തതാണ് കറക്റ്റ്. പ്രായത്തിന്റെയോ ജെൻഡറിന്റെയോ ഒരു വ്യത്യാസവും ഇല്ലാതെ ഇവൾക്ക് ഈ ശിക്ഷ കൊടുത്തത് കറക്റ്റാണ്. 24 വയസ്സേ ഉള്ളൂ പോലും, അവൾക്ക് ജീവപര്യന്തം കൊടുത്താൽ പോരായിരുന്നോ എന്ന് ചോദ്യമുണ്ട് ഇതിനകത്ത്. ഈ ജീവപര്യന്തം കൊടുത്ത് 14 വർഷം കഴിഞ്ഞ് അവൾ 38 വയസ്സിൽ പുറത്തിറങ്ങി അവൾ ജീവിച്ചോളാൻ അവൾ പറയുന്നുണ്ട്. ഈ ഒരു ശിക്ഷ അവൾ അർഹിക്കുന്നതാണ്. അവൾക്ക് ഈ ശിക്ഷ ലഭിക്കണം. നിങ്ങൾ പറയുക, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയുക, ഈ വിധി അവൾക്ക് അർഹതപ്പെട്ടതാണോ? ഈ ശിക്ഷ അവൾ അർഹിക്കുന്നതാണോ? അതോ ഇവൾ എന്തെങ്കിലും പരിഗണനയ്ക്ക് അർഹതയുണ്ടോ അവൾക്ക്? നിങ്ങൾ പ്രതികരിക്കുക. എല്ലാ സോഷ്യൽ മീഡിയകളും ഇതിനെക്കുറിച്ച് വാർത്തകൾ ചെയ്യുന്നുണ്ട്. അതിലെല്ലാം നിങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തുക. ഈ കുഞ്ഞു ചാനലിലും ഈ ഒരു ചെറിയ വാർത്ത കണ്ട് നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള കമന്റുകൾ രേഖപ്പെടുത്തുക. പറ്റുന്നത് പോലെ എന്ന് കൂട്ടാക്കി കൂടെ കൂടുക. ഓക്കെ ഫ്രണ്ട്സ്, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ അറിയിക്കും. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.
you.